വ്യാഴവട്ടത്തിലേറെ നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് അഫ്ഗാനിൽ നിന്ന് US പിന്മാറിയതിന് പിന്നാലെ രാജ്യത്ത് അധികാരം പിടിച്ചെടുത്ത താലിബാനുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ഇന്നലെ ദുബായിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും അഫ്ഗാൻ വിദേശകാര്യ ആക്ടിംഗ് മന്ത്രി മൗലവി ആമിർ ഖാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. പരസ്പര സഹകരണം, നയതന്ത്ര ബന്ധം, പ്രദേശത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയിൽ വിഷയമായി. കൂടിക്കാഴ്ച സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു. അഫ്ഗാൻ ജനതയ്ക്കുള്ള മാനുഷിക സഹായം തുടരാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് കൂടിക്കാഴ്ചയിൽ ഇന്ത്യ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്തു. ഇന്ത്യയുടെ സഹായത്തിന് അഫ്ഗാൻ നന്ദി പറയുകയും ചെയ്തു. ഇരു രാജ്യങ്ങൾക്കിടയിലെ ക്രിക്കറ്റ് ബന്ധം മെച്ചപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. അഫ്ഗാനിലെ ഔദ്യോഗിക സർക്കാരിനെ മറ്റ് രാജ്യങ്ങളോ ഇന്ത്യ തന്നെയോ താലിബാനെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. നിലവിൽ അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായി ഏറ്റവും അടുപ്പം കാണിക്കുന്നത് പാകിസ്ഥാനാണ്. ഇത് ഇന്ത്യ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ തഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP എന്ന ഭീകര സംഘടന സമീപകാലത്തായി പാക് മണ്ണിൽ ആക്രമണം നടത്തുന്നതിനെ ചൊല്ലി പാക് സർക്കാരും താലിബാൻ ഭരണകൂടവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പാക് സർക്കാർ നിരോധിച്ച സംഘടനയാണ് TTP. ആക്രമണം നടത്താൻ സ്വന്തം മണ്ണ് ഉപയോഗിക്കാൻ TTPയെ അനുവദിക്കരുതെന്ന് താലിബാന് പല തവണ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് അവഗണിച്ചും ആക്രമണം തുടർന്നതോടെ കഴിഞ്ഞ ആഴ്ച പാക് സർക്കാർ അതിർത്തിയിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ താലിബാനുമായി അടുപ്പം ശക്തമാക്കാമെന്നും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. പ്രധാനമായും 5 ഘടകങ്ങളാണ് ഇന്ത്യയുടെ നീക്കത്തിന് പിന്നിലുള്ളത്. ഒന്ന്, താലിബാനെ അംഗീകരിച്ച പാകിസ്ഥാനെ താലിബാനുമേൽ പിടിമുറുക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാകും. രണ്ടാമത്തെ കാരണം, പശ്ചിമേഷ്യയിലെ തുടർച്ചയായ രക്തച്ചൊരിച്ചിൽ കാരണം ഇറാൻ ദുർബലമായി വരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാരണം, വൻശക്തിയായ റഷ്യക്ക് ഉക്രൈനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇക്കാരണത്താൽ മറ്റു പ്രശ്നങ്ങളിൽ തലയിടാൻ റഷ്യക്ക് സമയമില്ല എന്നുള്ളതാണ്. നാലാമതൊരു കാരണം, ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങി വരുന്നതോടെ ലോകക്രമം ആകെ മാറും എന്നുള്ളതാണ്. അഞ്ചാമത്തതും ഏറ്റവും പ്രധാനമായുള്ളതും താലിബാനുമായി അടുക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളാണ്. അംബാസഡർമാരെ കൈമാറ്റം ചെയ്ത് ചൈന അഫ്ഗാനിൽ സ്വാധീനം ചെലുത്തി വരികയാണ്. 2021 ഓഗസ്റ്റ് മധ്യത്തിൽ കാബൂളിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തത് മുതൽ താലിബാനുമായി ഇന്ത്യ അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിൽ തന്നെ താലിബാനോടുള്ള തങ്ങളുടെ നിലപാട് ഇന്ത്യ അറിയിച്ചു. ഓഗസ്റ്റ് 31 ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ താലിബാന്റെ ദോഹ ഓഫീസ് പ്രതിനിധികളെ കണ്ടിരുന്നു. 2022 ജൂണിൽ ഇതിന് തുടർച്ചയുണ്ടായി. വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിൽ അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ രാജ്യങ്ങളുടെ ചുമതലയുള്ള നയതന്ത്രജ്ഞൻ ജിതേന്ദർ പാൽ സിംഗ് ദോഹയിൽ വെച്ച് വീണ്ടും താലിബാൻ നേതാക്കളെ കണ്ടു. ഇതെല്ലാം അനൗദ്യോഗിക കൂടിക്കാഴ്ചകളായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ താലിബാനുമായി ഇന്ത്യ നേരിട്ടും ചർച്ച നടത്തി. ജിതേന്ദർ പാൽ സിംഗ് കാബൂളിലെത്തി താലിബാൻ സർക്കാരിലെ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തബി, പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് എന്നിവരുമായി തുടർച്ചയായ 2 ദിവസമാണ് ചർച്ച നടത്തിയത്. 2024 ജൂലൈയിലും താലിബാനുമായി ഇന്ത്യ ചർച്ച നടത്തിയിരുന്നു. ദോഹയിൽ നടന്ന UN യോഗത്തിനിടെ താലിബാൻ വക്താവ് സബീഉള്ള മുജാഹിദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിട്ടായിരുന്നു ഇന്ത്യയുടെ അന്നത്തെ ചർച്ച. പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിരുന്ന കർക്കശ നിലപാട് ഇന്ത്യ പിന്തുടരുന്നുണ്ടെങ്കിലും തീവ്രവാദവുമായി അഫ്ഗാനെ ബന്ധപ്പെടുത്തിയുള്ള പ്രതികരണങ്ങൾ ഇന്ത്യ ഇപ്പോൾ നടത്താറില്ല. തന്നെയുമല്ല, ലഷ്കർ ജയ്ഷ് പോലെയുള്ള നിരോധിത ഭീകര സംഘടനകളുടെ നേരിട്ടുള്ളതോ പരോക്ഷമായ സാന്നിധ്യം അഫ്ഗാൻ മണ്ണിൽ അനുവദിക്കില്ലെന്ന ഉറപ്പ് കാബൂൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പ് പാലിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ തലവേദനകളിൽ ഒന്ന് കുറയും. അഫ്ഗാൻ അതിർത്തി ശാന്തമാകുകയും ചെയ്യും. പാക് അധിനിവേശ കാശ്മീരുമായി 100ലേറെ കിലോമീറ്റർ നീളത്തിൽ അഫ്ഗാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കിടയിലും ഇപ്പോൾ അനൗപചാരിക നയതന്ത്ര ബന്ധം നിലനിൽക്കുന്നുണ്ട്. കാബൂളിൽ ഇന്ത്യക്കും മുംബൈയിൽ അഫ്ഗാനും അതായത് താലിബാനും ഓഫീസുണ്ട്. ഇന്ത്യയിൽ പഠനം പൂർത്തിയാക്കിയ ഇക്രാമുദ്ദീൻ കാമിലാണ് മുംബൈയിലെ കോൺസുലേറ്റിന്റെ ചുമതല. ഇന്ത്യയിൽ PhD നേടിയ അദ്ദേഹം പിന്നീട് അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോലി നോക്കിവരികയാണ്. നോർമൽ പാസ്പോർട്ടിൽ മുംബൈയിലുള്ള അദ്ദേഹമാണ് നിലവിൽ അനൗപചാരികമായി അഫ്ഗാൻ കാര്യങ്ങൾ നോക്കി വരുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.